ശരിക്കും യങ്സ്റ്റേഴ്സിൻ്റെ ഒരു അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന ഒരു ലെറ്ററാണ് സി, ക്രിക്കറ്റ് കോളേജ് ക്യാമ്പസ്. അപ്പോൾ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ക്രിക്കറ്റ്. എന്തുകൊണ്ടാണ് ക്രിക്കറ്റിലൊരു സിനിമ ചെയ്യാം എന്ന് തീരുമാനിച്ചത്? അല്ല, ക്രിക്കറ്റിലൊരു സിനിമ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തതല്ല. ആ ഇമോഷൻ ആണ് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്തത്. അത് ഒരു അച്ഛൻ്റെയും മകൻ്റെയും ഇമോഷനിൽ നിന്നാണ് ആ സിനിമ ബാക്കിലേക്ക് പോയത്. അതൊരു എൻ്റെ ബേസ് അല്ലെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെട്ടിരുന്നതുകൊണ്ടായിരിക്കാം അത് അങ്ങനെ വന്നത്. അതായത് ബേസ് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു അച്ഛൻ്റെയും മകൻ്റെയും ഇമോഷനും ഓർമ്മകളും ഒക്കെയാണ്. അതിപ്പം എനിക്ക് ക്രിക്കറ്റ് അത്ര മാത്രം റിലേറ്റ് ചെയ്ത് കിടന്നുകൊണ്ടായിരിക്കും. ഇത് മ്യൂസിക് ഇഷ്ടപ്പെട്ടവർ, ഡാൻസ് ഇഷ്ടപ്പെട്ടവരെല്ലാം അവരുടെ മക്കളുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ സിനിമ അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞവരുണ്ട്. അതിൽ ശൃംദ പറയുണ്ടായി, ശരിക്കും ഞാൻ വിചാരിച്ചു ഈ 1983 ശേഷം മറ്റ് സിനിമ, ആദ്യത്തെ സിനിമ റിലീസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കിട്ടിയെന്നെ എന്ന്. സുശീല എന്ന ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞ് ആണ് എന്നെ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ ഓരോരുത്തർക്കും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ കാസ്റ്റിംഗ് ഒക്കെ ഷൈൻ തന്നെയാണോ? ആ ഡിസ്കഷനിൽ എങ്ങനെയാണ് കാസ്റ്റിംഗ്? ഞാനാണ് പ്രധാന തീരുമാനം എടുക്കേണ്ട ആൾ. ഡയറക്ടറാണ് തീരുമാനം എടുക്കേണ്ട ആൾ. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ചിലപ്പോൾ ചർച്ച ചെയ്യാറുണ്ട്, ചിലപ്പോൾ ചർച്ച ചെയ്യാറില്ല. നിവിനോട് ചർച്ച ചെയ്യാറുണ്ട് ഞാൻ കാസ്റ്റ് ചെയ്യുമ്പോൾ. നിവിൻ പിന്നെ അങ്ങനെ കാസ്റ്റിങ്ങിൽ ഇടപെടുന്ന ഒരാളല്ല. സംവിധായകനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. സംവിധായകനിലുള്ള അർപ്പണബോധം വളരെ അപ്പോൾ നമ്മൾ പറയുകയാണ്, നമ്മൾ ഇന്നയാളെ കാസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് വേണ്ട എനിക്ക് അങ്ങനെയൊന്നും പറയുന്ന ഒരാളല്ല നിവിൻ. സംവിധായകൻ്റെ മനസ്സിൽ എന്താണെന്ന് സംവിധായകന് കൃത്യമായിട്ട് മനസ്സിലാവും എന്നറിയുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ആ വ്യക്തികളെ അല്ല നോക്കുന്നത്, ആ ക്യാരക്ടറുമായിട്ട് ഓൾമോസ്റ്റ് മാച്ചിങ് ആണോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ മനസ്സിൽ മുഴുവൻ ക്യാരക്ടറാണ്. ക്യാരക്ടറായിട്ട് ഇയാൾ ഓക്കെ ആണോ എന്നായിരിക്കും നമ്മൾ നോക്കുന്നത്. സിനിമകൾ നോക്കിയറിയാം പേരുകളിലുള്ള ഇമ്പോർട്ടൻസ്. 1983 എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ആഘോഷമാണ്, വേൾഡ് കപ്പ്. പിന്നെ ഓരോ ക്ലബിനും അത് ആഘോഷിക്കാം, ഓരോരുത്തർക്കും റിലേറ്റ് ചെയ്യുന്ന. ഞാനൊക്കെ ശരിക്കും നാട്ടും പുറത്ത് വളർന്ന ഒരാളാണ്. നമുക്ക് പാടങ്ങളിൽ വെക്കേഷൻ സമയത്ത് കാണുന്നതാണ് ഈ മടൽ. അറ്റ്ലീസ്റ്റ് നമ്മളൊക്കെ ഇപ്പം ആൺകുട്ടി പെൺകുട്ടി വ്യത്യാസമില്ലാതെ ഒരു മടൽ ഒരു പ്രാവശ്യമെങ്കിലും പിടിക്കാത്തവരായിട്ട് ആരുമില്ല. എങ്ങനെയാ ഈ മടലും ഒരു ഹിറ്റാവും എന്നൊക്കെ? അല്ല, അതെല്ലാം നമ്മൾ ഓർമ്മകളാണ്. നമ്മുടെ ഓർമ്മകൾ നമ്മൾ സിൻസിയറായിട്ട് പറയണം. അപ്പോൾ ഒരു ഇമോഷനാണ് നമ്മൾ പറയുന്നത്. സത്യം. ഒരു ഇമോഷൻ ആൾക്കാർ റിലേറ്റ് ചെയ്യും എന്നുള്ളത് ഒരു സംവിധായകൻ്റെ ഒരു പ്രതീക്ഷയാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ശരിക്കും ഒരു ഫോട്ടോഗ്രാഫറാണ് ആയിരുന്നു ഷൈൻ. എന്നാണ് റിയൽ എനിക്ക് ഒരു സിനിമ ചെയ്യണമെന്നുള്ള ആ ഒരു പാഷൻ, ആ ഒരു ആഗ്രഹം, ഞാനൊരു സംവിധായകനാവുമെന്ന് തീരുമാനിച്ചത് അല്ലെങ്കിൽ ആലോചിച്ചത്? സിനിമ സംവിധായകനാവുന്നതിനേക്കാൾ ഒരു സിനിമാറ്റോഗ്രാഫർ ആവണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അല്ലെങ്കിൽ അങ്ങനെ ഉള്ള സ്വപ്നങ്ങളിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചത്. പക്ഷേ ഞാൻ കേരള കഫേ എന്ന് പറഞ്ഞ സിനിമയിൽ സംവിധാന സഹായിയായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു ലാൽജു സാറിൻ്റെ കൂടെ. അപ്പോൾ ഒരാഗ്രഹം തോന്നി തുടങ്ങിയത് അപ്പോഴൊക്കെ ആയിരിക്കാം. പിന്നെ ആ ഒരു പാത കുറച്ചുകൂടെ എളുപ്പമായത് മാർട്ടിൻ, എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന മാർട്ടിൻ, ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യായിരുന്നു വനിതയിൽ. മാർട്ടിൻ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുകയും ആ സിനിമയുടെ വിജയമായതാണ് നമ്മളൊരു പാത തെളിച്ചത്. അതായത് ഒരു വെളിച്ചം വീശി മാർട്ടിൻ മുൻപേ നടന്നുപോയി. അതാണ്. അപ്പോൾ അങ്ങനെയാണ് മാർട്ടിൻ്റെ സിനിമ വിജയം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരു ഫോട്ടോഗ്രാഫറെ കാണുമ്പോൾ പഴയ പോലെയല്ല ഇന്ന്. എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സാണ്. സെൽഫിയുടെ ഒരു സംസ്ഥാന സമ്മേളനം നടക്കുന്ന കാലമാണ്. എല്ലാവരും സെൽഫി എടുത്ത് ശീലം, അച്ഛൻ്റെ മൊബൈൽ കളിച്ച് മക്കൾക്ക് ശീലം, ഫ്രണ്ട്സ്, കോളേജ്, നമ്മളെവിടെ കാണുമ്പോൾ. പക്ഷേ ചിലർക്ക് എന്നാൽ സംശയങ്ങളുണ്ട്. ചിലർ നമുക്ക് ഫോട്ടോ ഫേസ്, ക്യാമറ ഫേസ് എന്നൊക്കെ പറയുന്നത് ചിലർ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷെ അവർ ക്യാമറയിൽ അത്രയും ഭംഗി ഉണ്ടാവില്ല. ഇത് സാധാരണ ഫോട്ടോ എടുക്കുന്ന ഒരാൾക്ക് സംശയമുണ്ട്. പക്ഷേ ഇതൊരു ടെക്നീഷ്യൻ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അതിൻ്റേതായ രീതിയിൽ കറക്റ്റ് ചെയ്യപ്പെടുന്നത്. എന്താണ് ആ ഒരു വ്യത്യാസം? എല്ലാവർക്കും ഭംഗിയുണ്ട്. അടിസ്ഥാനപരമായിട്ട് എല്ലാവരും ഭംഗിയുള്ള ഒരു സൗന്ദര്യമുള്ള ആളുകളാണ്. ചിലപ്പോൾ ചിലരുടെ ചാമായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്നത്. അയാളുടെ മാനറിസം, അയാളുടെ ചാം, മൊത്തത്തിൽ ഒരാൾ അത് ചിലപ്പോൾ അതൊരു ക്യാമറ ക്യാപ്ചർ ചെയ്തോളണമെന്നില്ല.
പക്ഷെ എല്ലാവർക്കും അയാളുടെ ഒരു ബെസ്റ്റ് ആംഗിളൊക്കെ ഉണ്ടാവും. ആ ബെസ്റ്റ് ആംഗിൾ ചിലപ്പോൾ ഒരു അത് തിരിച്ചറിയണം. ക്യാമറമാനെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ എല്ലാവർക്കും അവരുടേതായ ഒരു ബ്യൂട്ടി ഉണ്ടാവും. പിന്നെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് വളരെ ആപേക്ഷികമാണത്. പലർക്കും അല്ലേ, നമുക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ നമുക്കത് അയാളെ നന്നായിട്ട് തോന്നും. അയാളല്ലേ അയാൾ ഒരാളോട് നമുക്കൊരു ഇഷ്ടം തോന്നിയിരിക്കുകയാണ്. അപ്പോൾ അയാളെ നമ്മൾ ഇഷ്ടപ്പെടും, അയാളുടെ രൂപത്തെയും ഒക്കെ. അതല്ലാതെ ഒരു മോഡലിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ എൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ഇന്ന പോലെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് വരച്ചു വെച്ച പോലെയുള്ള, അത് മോഡലിങ്ങിന് അങ്ങനെയുള്ള ചില രൂപങ്ങളെ അവർ ക്യാമറയിൽ പകർത്താൻ നന്നായിരിക്കും. അതല്ലാതെ ഈ ഫോട്ടോ ജനിക്കെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ നമ്മൾ ഒരാളെ നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു ചാം ചിലപ്പോൾ ഫോട്ടോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല. കറക്റ്റ്, അത് ചിലർക്കൊക്കെ വിഷമമാണ്. ഞാൻ എത്രയോ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടു ഈ ഫോട്ടോ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞു. അപ്പം അതിന് കറക്റ്റ് ഒരു ടെക്നീഷ്യൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ദേ വിൽ ബി ഹാപ്പി. മോഡലിങ്ങിൻ്റെ ഈവൻ ഫാഷൻ ഒക്കെ ഫോട്ടോ ക്യാമറയിൽ ഒപ്പിയെടുത്ത ആളാണ്. പക്ഷേ സിനിമയുടെ വ്യാകരണം എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റാണ്. ആ വ്യാകരണം കറക്റ്റ് രീതിയിൽ പ്ലേസ് ചെയ്തു. എത്രത്തോളം അത് പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ എത്രത്തോളം സമയം ചെലവഴിച്ചു? ഒരു കഥയാണല്ലോ നമ്മുടെ മനസ്സിൽ. ഒരു കഥ അല്ലെങ്കിൽ ഒരു ഇമോഷൻ നമ്മുടെ മനസ്സിലാണ്. ആ ഇമോഷൻ പ്രേക്ഷകനിലേക്ക് എത്തുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മളിങ്ങനെ ഷാർപ്പായിട്ടിരിക്കുകയാണ്. ഇതിങ്ങനെ വരുമ്പോൾ ഇത് ആളുകൾക്ക് ഇത് ഫീൽ ചെയ്യുമോ, ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ എന്ന് നമ്മളുടെ ജഡ്ജ്മെൻറ്റാണ്. നമ്മൾ വിചാരിക്കുകയാണ് ഇത് കിട്ടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. അങ്ങനെ നമ്മളിത് മേക്ക് ചെയ്യുമ്പോൾ അങ്ങനെയാണ് നോക്കുന്നത്. അല്ലാതെ ഒരു ഫോട്ടോഗ്രാഫിയുടെ ഒരു എസ്തെറ്റിക് അങ്ങനെയല്ല ഞാൻ നോക്കുന്നത്. ഞാൻ എൻ്റെ 2 സിനിമയിൽ നോക്കിയത് ഈ കാഴ്ചകൾ കാണുമ്പോൾ ഈ നമ്മൾ എന്ത് കാര്യമാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് അവരുടെ ബ്രെയിനിലും ഹൃദയത്തിലും തറയ്ക്കുമോ എന്നാണ് നോക്കുന്നത്. എൻ്റെ കാഴ്ചകളെ വിസ്മയിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഇതാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. ചിലപ്പം അത് വേറെ സിനിമയിൽ വേറെ രീതിയിലായിരിക്കും. ഈ 2 സിനിമയിൽ ഇങ്ങനെ ഒരു പാറ്റേണാണ് ചെയ്തത്. ഈ ആഗ്രഹവും ഈ മനസ്സിലാക്കലും ഈ പ്രവൃത്തിയും ഒക്കെ ഉണ്ടെങ്കിലും ഒരാൾക്ക് സിനിമയിൽ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എത്രത്തോളം ബുദ്ധിമുട്ടി ഷൈൻ? അത് എത്തിപ്പെടാൻ മാത്രം, എത്തിപ്പെട്ടതിന് ശേഷം എനിക്ക് ദൈവാനുഗ്രഹിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം ഞാനൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഒരു സിനിമയുടെ കഥ പ്ലാൻ ചെയ്ത് 5 മാസത്തിനുള്ളിൽ ഷൂട്ട് തുടങ്ങി. ഫസ്റ്റ് സിനിമ റിലീസ് ചെയ്യാനാണ് കുറച്ച് സമയം എടുത്തത്. സിനിമ ഇന്ന് അത്ര അകലെയല്ല. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ സിനിമ വളരെ അകലെയുള്ള ആയിരുന്നു. പക്ഷേ ഇന്ന് മൊബൈൽ ക്യാമറയിൽ വരെ നമുക്ക് വിഷ്വൽസ് എടുത്ത് അത് എഡിറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. എഡിറ്റ് ചെയ്ത് നമുക്ക് ഒരു വിഷയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ അതിനെ ഒരു സ്റ്റോറി ലൈൻ ആക്കുകയും അത് പ്രദർശിപ്പിക്കാനൊരു തിയേറ്ററിൻ്റെ പുറകെ പോകേണ്ട. അത് വേണമെങ്കിൽ നമുക്ക് യൂട്യൂബിൽ അപ്ലൈ ചെയ്തിട്ട് അതിന് ഒരുപക്ഷെ വലിയ പ്ലാൻ ചെയ്തെടുക്കുന്നതിനേക്കാളും ഭയങ്കരമായിട്ടുള്ള ഒരു റീച്ചും ഒരു ലൈക്കബിലിറ്റിയൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഇമോഷനെ അല്ലെങ്കിൽ ഒരു സംഭവത്തെ എങ്ങനെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അത് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ വിശാലമാണ് നമ്മുടെ മുന്നിൽ. സാധ്യതകൾ അനന്തവും വിശാലവും ആണ്. അപ്പോൾ പഴയ പോലെ ബുദ്ധിമുട്ടില്ല. പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ ആർട്ടിസ്റ്റിനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു ആർട്ടിസ്റ്റിനെ കൺവിൻസ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യുക. ഇതൊരു പണം മുടക്കുള്ള ഒരു സംഗതിയാണ്. നമ്മൾ പേപ്പറിൽ എഴുതി വയ്ക്കുന്ന പോലെയല്ല. ഒരു സിനിമ ആയിട്ട് ചെയ്തു വരുമ്പോൾ തിയേറ്ററിലേക്ക് എത്തുക എന്നുള്ളത് ഒരു പണം മുടക്കുള്ള ഒരു കാര്യമാണ്. അതിൻ്റെതായ റിസ്ക് ഉണ്ടെങ്കിൽ പോലും പഴയ ഒരു കാലത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കുറച്ചുകൂടെ നമുക്ക് എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു വിഷനുണ്ട്, ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അത് നടക്കാനുള്ള വഴികൾ ഇന്നുണ്ട്. നമ്മൾ ശ്രമിച്ചാൽ മാത്രം. സാധാരണക്കാരനെ സിനിമയിൽ എത്തിക്കുക ഇന്ന് വലിയ ഒരു കാര്യമല്ല എന്ന് പറഞ്ഞു ആഗ്രഹിച്ചാൽ മതി. പക്ഷെ നമ്മൾ കാണുകയാണ് തമ്പാനൂർ സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം. ആ പാട്ടും ഇന്ന് മലയാളികൾക്ക്, ഈവൻ മറുനാടൻ മലയാളിക്ക് വരെ ചിരപരിചിതനാണ്. എങ്ങനെയാണ് തമ്പാനൂർ സുരേഷിനെ കണ്ടെത്തിയത്? നമ്മൾ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഈ സിനിമയ്ക്ക് ഒരു സിറ്റുവേഷൻ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. ആ സിറ്റുവേഷൻ ആപ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയ ഒരാളെ ഞാനിങ്ങനെ അന്വേഷിച്ചെടുക്കായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് ബോബി വഴിയാണ്
സുരേഷിൻ്റെ വീഡിയോ ഞാൻ കണ്ടത്. സുരേഷിൻ്റെ ഒരു പാട്ട് പാടുന്ന വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ആക്ടിങ് ടൈമിംഗ് ഉണ്ടോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ വിളിച്ചു വരുത്തി ഓഡിഷൻ ചെയ്തപ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു 10 മിനിറ്റിൽ മനസ്സിലായി സുരേഷ് ഒരു നല്ല ടൈമിംഗ് ഉള്ള ഒരു അസാധ്യ ആർട്ടിസ്റ്റാണെന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ സുരേഷിനെ കാസ്റ്റ് ചെയ്തു. പിന്നീട് സുരേഷ് നല്ല അസലായിട്ട് സംഗതി ചെയ്തു എന്നുള്ളതാണ്. അത് നമ്മൾ എന്താഗ്രഹിച്ചു അതുപോലെ തന്നെ സുരേഷ് അത് റീപ്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ അതിൻ്റെ സിനിമകളിലൂടെ നോക്കിയാൽ നമുക്കറിയാം പാട്ടിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തു. ക്രിക്കറ്റിന് എത്രത്തോളം ഇമോഷൻ ഉണ്ടെന്നുള്ള പോലെ തന്നെ അതിലെ പാട്ട് ശരിക്കും നമുക്ക് എല്ലാവരും പാടി നടന്നൊരു ഇതാണ്. അതുപോലെയാണ് ഈ ആക്ഷൻ ഹീറോ ബിജുവിലും. ജെറി സാറാണ് മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അയ്യോ ഇത്രയും വർഷത്തിന് ശേഷം മലയാളികൾക്ക് ഒരുപാട് നല്ല പാട്ടുകൾ തന്ന സംഗീത സംവിധായകനാണ് ജെറി സാർ. അപ്പോൾ എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് ടഫാണെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? സാറിൻ്റെ പാട്ടുകൾ ചെറുപ്പം തൊട്ടേ നമുക്കിഷ്ടമാണ്. നമ്മൾ എത്രയോ ചെറുപ്പം തൊട്ട് കേട്ടതാണ് മഞ്ഞൾ വിരിഞ്ഞ പൂക്കളും നോക്കത്തെ ദൂരത്തെ കണ്ണും നട്ടും എന്നൊന്നും കണ്ണേട്ടൻ്റെ ഗുരുജി ഒരു വാക്ക്. അപ്പോൾ ഞാൻ ജെറി സാറിൻ്റെ പാട്ടുകൾ ഇന്നും ഈ 36 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത പാട്ടുകളാണ് മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിലെ പാട്ടുകൾ. അപ്പോൾ അതിൽ മിഴിയോരവും മഞ്ചാടിക്കുന്നിലും നമുക്ക് ഇന്ന് കേൾക്കുമ്പോഴത് ഫ്രഷായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതത് ക്ലാസിക്കുകളാണ്, കാലാതിവർത്തികളായിട്ടുള്ള പാട്ടുകളാണ്. ഞാനൊരു പാട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ജെറി സാറിന് നമുക്കിഷ്ടമുള്ള സംഗീത സംവിധായകനാണ്. ജോൺസൺ മാഷിൻ്റെ പാട്ടുകൾ എനിക്കിഷ്ടമാണ്. അല്ല അപ്പോൾ ജെറി സാറിനെ അന്വേഷിച്ചപ്പോൾ ജെറി സാർ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ സാറിൻ്റെ ഒന്ന് കാണാൻ വേണ്ടി ചെന്നു. കുറേ സംസാരിച്ചു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് 20 വർഷമായിട്ട് സാറ് പാട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ 20 വർഷം മുൻപ് ഒരു മോശം പാട്ട് ചെയ്തിട്ട് അല്ല സാറ് നിർത്തിയത്. നമ്പർ 1 സ്നേഹതീരം, ബാംഗ്ലൂർ നോർത്തുന്ന സിനിമയിലെ പാട്ടുകൾ സത്യൻ സാറിൻ്റെ സിനിമയാണ്. മേലെ മേലെ മാനം എന്നുള്ള പാട്ടുകളും അതിനകത്ത് പൊന്നമ്പുളി പൊട്ടുന്നൊട്ടെന്നുള്ള പാട്ടും സൂപ്പർ ഹിറ്റാണ്. ഒന്നാന്തരം പാട്ടുകളാണ്. ആ ഒന്നാന്തരം പാട്ടുകൾ ചെയ്തിട്ടുള്ള ഒരു മ്യൂസീഷ്യനാണ് 20 വർഷമായിട്ട് സംഗീതം ചെയ്യാതെ ആയി പോയത്. അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ ലൈഫിൻ്റെ സമയമെന്ന് പറയും. അപ്പോൾ പിന്നെ ഞാൻ സാറിനോട് പറയുകയും സാറ് പറഞ്ഞു ഇപ്പോഴത്തെ രീതിയിലുള്ളൊരു മ്യൂസിക്കല്ല സാറ്, അങ്ങനെ സാറിന് അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയുള്ള പാട്ടുകൾ വേണ്ട, ഈ സിനിമയുടെ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന പാട്ടുകൾ സാറിന് ഇഷ്ടമുള്ള പോലെ ജെറി അമൽദേവ് എന്നുള്ളൊരു സിഗ്നേച്ചറുള്ള പാട്ടുകൾ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനോട് ഉപയോഗിച്ച ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം അക്കൂസ്റ്റിക് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഞങ്ങൾ ചെന്നൈയിൽ പോയി എല്ലാം ലൈവായിട്ട് വായിച്ചതാണ്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് പൂക്കൾ പാടിയത് ദാസേട്ടനും വാണിയമ്മയോടാണ്. ദാസേട്ടനും ജെറി സാറിനോട് പഴയ കാര്യങ്ങളൊക്കെ കുറേ സംസാരിച്ചാണ്. ഒരു മണിക്കൂറോളം അവർ നമ്മൾ സംസാരിച്ചിരുന്നു പഴയ കാര്യങ്ങളൊക്കെ. അതിന് സാന്നിധ്യം ആ ഒരു പങ്കുചേരാൻ പറ്റി, അല്ലെങ്കിൽ ഞാനവിടെ ഉണ്ടായിരുന്നു, എനിക്കവിടെ നിൽക്കാൻ പറ്റി എന്നുള്ളത് വളരെ ഒരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ സാറ് ഭയങ്കര ജെൻറ്റിലായിട്ടുള്ള, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ജെൻറ്റിലായിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് ജെറി സാർ. അത്രയും അറിവുള്ള ഒരാളും. ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോഴും നമുക്ക് സാറിൻ്റെ പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ